ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും ജയിലൻ പി എസ് സിയുടെ പുതിയൊരു യൂട്യൂബ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ ഹരികൃഷ്ണൻ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10th പ്രിലിമിനറി, നമ്മുടെ ലാസ്റ്റ് സ്റ്റേജ് 10th പ്രിലിമിനറിയിലെ അതിന് വേണ്ടിയുള്ളൊരു റാപ്പിഡ് റിവിഷൻ, കേരള ഹിസ്റ്ററി ബേസ് ചെയ്തിട്ടുള്ള കുറച്ചൊരു 50 ക്വസ്റ്റ്യൻസ് വിത്ത് ഒരു റിലേറ്റഡ് ഫാക്റ്റാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉദ്ദേശിക്കുന്നത്. ഈ ക്ലാസ് നമുക്ക് വരാൻ പോകുന്ന VFA, വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ്, അതുപോലെ 10th ലെവല് എല്ലാ എക്സാമിനേഷനും ഉപകരിക്കും. ഓക്കെ, അപ്പോൾ ആദ്യം തൊട്ട് അവസാനം വരെ കാണാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുക. അപ്പോൾ അധികം സമയം നമ്മൾ ലാഗ് ചെയ്യുന്നില്ല, ഡയറക്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, കേരളത്തിലെ ആദ്യത്തെ ഗവർണർ ആരായിരുന്നു? ഓപ്ഷൻ VV ഗിരി ഉണ്ട്, ജ്യോതി വെങ്കടാചലം ഉണ്ട്, ഡോക്ടർ B രാമകൃഷ്ണ റാവു ഉണ്ട്, P രാമചന്ദ്രനുണ്ട്. ആരാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ C ഡോക്ടർ B രാമകൃഷ്ണ റാവു. കേരളത്തിലെ ആദ്യത്തെ ഗവർണർ ചോദിച്ചാൽ ഡോക്ടർ B രാമകൃഷ്ണ റാവു ആണ്. യുഗപുരുഷൻ എന്ന മലയാള ചലച്ചിത്രം ആരുടെ ജീവിതകഥയെക്കുറിച്ചാണ് ചിത്രീകരിക്കുന്നത്? യുഗപുരുഷൻ ആരെക്കുറിച്ചാണ്? യുഗപുരുഷൻ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചുള്ളൊരു ചലച്ചിത്രമാണ് യുഗപുരുഷൻ. ഇനി ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന്. ഓക്കെ, 2 ദൈവം വേണ്ട എന്നില്ല കേട്ടോ, ഒരെണ്ണുള്ളൂ. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന്. ഇത് പറഞ്ഞത് ആരാണ്? ഇത് പറഞ്ഞത് സഹോദരൻ അയ്യപ്പനാണ്. ഓക്കെ, ഓപ്ഷൻ C സഹോദരൻ അയ്യപ്പനാണ് എന്ത് പറഞ്ഞത്? ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന്. ഓക്കെ, പുന്നപ്ര വയലാർ സമരം ഏത് വർഷമാണ്? പുന്നപ്ര വയലാർ സമരം 1946. ഓക്കെ, 1946 ഇത് പുന്നപ്ര വയലാർ സമരം. നമ്മൾ കേരള ഹിസ്റ്ററി പഠിക്കാൻ നേരത്ത് ഈ 10th പ്രിലിമിനറിക്ക് മെയിനായിട്ട് ചോദിക്കുന്നത് കുറേ സംഭവങ്ങളും അത് അനുബന്ധപ്പെടുത്തി വർഷങ്ങളും ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ വർഷങ്ങളൊക്കെ പഠിക്കാൻ പാടുള്ളവർ സ്ട്രെസ് ചെയ്ത് കൂടുതൽ ടൈം കൺസ്യൂം ചെയ്ത് തന്നെ അത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. കേരളത്തിലെ ആദ്യത്തെ പത്രം ചോദിച്ചു കഴിഞ്ഞാൽ രാജ്യസമാചാരമാണ് അല്ലേ? തലശ്ശേരിയിൽ നിന്ന് ഹെർമൻ കൊണ്ടിട്ട് പ്രസിദ്ധീകരണം ആരംഭിച്ചതാണ് രാജ്യസമാചാരം. കേരളത്തിലെ ആദ്യത്തെ പത്രം ചോദിച്ചാൽ രാജ്യസമാചാരമാണ്, രാജ്യസമാചാരം. ഓക്കെ, അതിനുശേഷമാണ് പശ്ചിമോദയമൊക്കെ വരുന്നത്. ഓക്കെ, മാസങ്ങളുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. സർവ്വവിദ്യാർത്ഥി രാജ എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ചട്ടമ്പിസ്വാമിയാണ് സർവ്വവിദ്യാർത്ഥി രാജ. ഓക്കെ, നമുക്ക് ഈ കേരള റിനൈസൻസ്, കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ടും കേരള ഹിസ്റ്ററി എന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് കയറി വരും. അപ്പോൾ നമ്മൾ ഈ ചാനലിൽ തന്നെ കേരള നവോത്ഥാനത്തിലെ തന്നെ ഒരു 75 ക്വസ്റ്റ്യൻസിലധികം ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് കാണാത്തവരൊന്ന് ജസ്റ്റ് ഒന്ന് കയറി കാണുക കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയായാലും വരുന്ന എക്സാമിനേഷൻ അത് ഉപകരിക്കും. ഇനി 1911 ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ സാമൂഹിക പരിഷ്കർത്താവ് ആരായിരുന്നു? 1911 അതാരാ? അത് അയ്യങ്കാളിയാണ് അല്ലേ? അയ്യങ്കാളിയാണ് 1911 ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ സാമൂഹിക പരിഷ്കർത്താവ്. ആലപ്പുഴയിൽ കല്യാണദായിനി സഭ രൂപീകരിച്ചത് ആരാണ്? അത് പണ്ഡിറ്റ് കറുപ്പനാണ്. കല്യാണദായിനി സഭ രൂപീകരിച്ചത് ആരാണ്? അത് പണ്ഡിറ്റ് KP കറുപ്പൻ അല്ലേ? തൃശ്ശൂർ പൂരം ആരംഭിച്ചത് ആരാ? അത് ശക്തൻ തമ്പുരാനാണ് അല്ലേ? തൃശ്ശൂരിൻ്റെ ആ സമയത്തെ ഭരണാധികാരിയായിരുന്ന ശക്തൻ തമ്പുരാനാണ് തൃശ്ശൂർ പൂരം ആരംഭിച്ചത്. ഇനി ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയ വർഷം ചോദിച്ചാൽ 1925. ഓക്കെ, ഗാന്ധിജി എത്ര തവണ കേരളത്തിൽ വന്നിട്ടുണ്ട്? 5 തവണ വന്നിട്ടുണ്ട്. അതിൽ എത്രാമത്തെ തവണ വന്നപ്പോഴാണ് ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയത്? 2ാമത്തെ തവണ വിസിറ്റ് ചെയ്തപ്പോഴാണ്. ആദ്യം വരുന്നത് 1920 ആഗസ്റ്റ് 18 നമുക്ക് പറയാം, വരുന്ന ക്വസ്റ്റ്യൻസിൽ അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഗാന്ധിജി 2ാമത്തെ വരവിലാണ് ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയത്. വർഷം ചോദിച്ചാൽ 1925. ഓക്കെ, ഇനി നായർ സർവീസ് സൊസൈറ്റി നിലവിൽ വന്നതെന്നാ? 1914. 1914 അല്ലേ? SNDP നമ്മൾ അറിയാം. SNDP ഏത് വർഷം? SNDP 1903 അല്ലെ? 1903. അത് കഴിഞ്ഞ് ഒരു 11 വർഷം കൂടി കഴിഞ്ഞപ്പോഴാണ് NSS, നായർ സർവീസ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ എന്താ? NSS അല്ലേ? അതിൻ്റെ ആദ്യത്തെ സെക്രട്ടറി ആയിരുന്നു ആര്? മന്നത്ത് പത്മനാഭൻ. പ്രസിഡന്റ് ആരായിരുന്നു? കേളപ്പനായിരുന്നു അല്ലേ? ഓക്കെ, ഇനി ഗാന്ധിജി ആദ്യമായിട്ട് കേരളം സന്ദർശിച്ചതെന്നാ? നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞു, 1920. ഡേറ്റ് പറഞ്ഞാൽ ആഗസ്റ്റ് 18. 1920 ആഗസ്റ്റ് 18. അപ്പോൾ കേരളത്തിൽ ഗാന്ധിജി സന്ദർശനം നടത്തിയത് നമുക്കൊന്ന് പറയാം. അതൊരു കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. അതിൻ്റെ ലക്ഷ്യങ്ങൾ നമുക്കൊന്ന് പറഞ്ഞു പോവാം. ആദ്യത്തെ സന്ദർശനം, ഫസ്റ്റ് വിസിറ്റ് നടത്തിയത് 1920 ആഗസ്റ്റ് 18. 1920 ആഗസ്റ്റ് 18. ഏതാണ്? 1920 ആഗസ്റ്റ് 18 കേരളത്തിൽ ആദ്യമായിട്ട് ഗാന്ധിജി വന്നത്. അതപ്പോൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ടാണ് ഞാൻ ഡേറ്റ് ഉൾപ്പെടെ പറഞ്ഞത്. ഇനി ഖിലാഫത്ത് നിസ്സഹകരണ പ്രസ്ഥാനങ്ങളെ പിന്തുണയ്ക്കുക എന്നുള്ളതായിരുന്നു ആ വരവിൻ്റെ ലക്ഷ്യം അല്ലേ? 1919 ഖിലാഫത്ത് പ്രസ്ഥാനം ഇന്ത്യയിലൊട്ടാകെ വന്നു തുടങ്ങി. അപ്പോൾ അതിനെ പിന്തുണയ്ക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി 1920 നിസ്സഹകരണ പ്രസ്ഥാനം തുടങ്ങിയില്ലേ? അപ്പോൾ അതിനൊക്കെ പിന്തുണ കേരളത്തിൽ നിന്ന് കിട്ടണ്ടേ? അപ്പോൾ അതിനു വേണ്ടിയാണ് കേരളം ആദ്യമായിട്ട് സന്ദർശിക്കുന്നത്. 2ാമത്തെ സന്ദർശനം നടത്തിയത് 1925 മാർച്ച് 8. 1925 മാർച്ച് 8 ഇവിടെ വന്നിറങ്ങിയത്. ഓക്കെ, 19 വരെ ഇവിടെ സ്റ്റേ ചെയ്തു, പക്ഷേ നമ്മൾ വന്നിറങ്ങിയതല്ലേ പറയേണ്ടത്. അപ്പോൾ 2ാമത്തെ സന്ദർശനം ചോദിച്ചാൽ 1925 മാർച്ച് 8. അത് എന്തിനു വേണ്ടി വന്നത്? വൈക്കം സത്യാഗ്രഹത്തെ പിന്തുണയ്ക്കാൻ വേണ്ടി ഇല്ലേ? നമുക്ക് വൈക്കം സത്യാഗ്രഹം അറിയാം. എന്നാൽ 1924 മാർച്ച് 30 സ്റ്റാർട്ട് ചെയ്യുന്നതാണ് വൈക്കം സത്യാഗ്രഹം. എത്ര ദിവസം നീണ്ടു നിന്നു? 603 ദിവസം നീണ്ടു നിന്നു ഇല്ലേ? 603 ദിവസമാണ് വൈക്കം സത്യാഗ്രഹം നീണ്ടു നിന്നത്.
എന്നാൽ എൻഡ് ചെയ്തത് 1925 നവംബർ 23-നാണ് എന്ത് എൻഡ് ചെയ്തത്. 1924 മാർച്ച് 30-ന് സ്റ്റാർട്ട് ചെയ്ത് 1925 നവംബർ 23-ന് എൻഡ് ചെയ്ത 603 ദിവസം നീണ്ടുനിന്ന വൈക്കം സത്യാഗ്രഹം അല്ലേ. അപ്പോൾ ആ വൈക്കം സത്യാഗ്രഹത്തിനെ പിന്തുണയ്ക്കാനും അതുകൂടാതെ തൊട്ടുകൂടായ്മ അൺടച്ചബിലിറ്റിനെ ചെറുക്കാനൊക്കെ വേണ്ടി വന്നതാണെന്ത്, അതിന് ഒരു സപ്പോർട്ട് സിസ്റ്റം പോലെ വന്നതാണെന്ത് ഗാന്ധിജി. 1925 മാർച്ച് 8-നാണ് ഇവിടെ വന്നത്. ഇനി മൂന്നാമത്തെ സന്ദർശനം മലബാർ ഏരിയയിലൊക്കെ ജസ്റ്റ് വിസിറ്റ് നടത്തിയതാണ്, ഖാദീനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി. ഓക്കെ, അത് വന്നത് 1927 ഒക്ടോബർ 9-നാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു 1920 ആഗസ്റ്റ് 18, 1925 മാർച്ച് 8, 1927 ഒക്ടോബർ 9. ഓക്കെ, ഒക്ടോബർ 9 ഖാദി പ്രോത്സാഹിപ്പിക്കുകയും തൊട്ടുകൂടായ്മയ്ക്കെതിരെ പ്രചരണം നടത്തുകയൊക്കെ ചെയ്തു, മലബാർ കേന്ദ്രീകരിച്ച്. ഓക്കെ, ഇനി നാലാമത്തെ സന്ദർശനം നോക്കുക. എന്നാ വന്നത് 1934 ജനുവരി 10-നാണ്. 1934 ജനുവരി 10 ഹരിജന ഫണ്ട് ശേഖരണം. പിന്നെ വടകരയിൽ വെച്ച് കൗമുദി എന്ന് പറഞ്ഞ ഒരു ടീച്ചർ തൻ്റെ ആഭരണങ്ങളൊക്കെ സംഭാവനയായിട്ട് നൽകി. ഹരിജന ഫണ്ട് ശേഖരണത്തിന് വേണ്ടി ഒന്നതല്ലേ, അപ്പോൾ എന്താ തൻ്റെ ആഭരണങ്ങളൊക്കെ കൊടുത്തു. ഇതൊരു മാതൃകയായിരുന്നു അല്ലേ. അതിനെക്കുറിച്ചൊക്കെ പ്രശംസിച്ച് ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്. പയ്യന്നൂരിൽ ശ്രീനാരായണ ഹരിജൻ ആശ്രമം സന്ദർശിച്ചു. കോഴിക്കോട് സാമൂതിരിയുമായിട്ട് കൂടിക്കാഴ്ച, ആ ഭരണാധികാരിയായിട്ട്. ഓക്കെ, വർക്കല ശിവഗിരി സന്ദർശനമൊക്കെ നടത്തി. ഇനി അഞ്ചാമത്തെ സന്ദർശനം ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റത്തെയും അഞ്ചാമത്തെയാണ് ഏറ്റവും കൂടുതൽ സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ടത്. അഞ്ചാമത്തെ സന്ദർശനം 1937 ജനുവരി 12-നാണ്. 12 ഉണ്ട് 13 ഉണ്ട് കേട്ടോ. 1937 ജനുവരി 12. ഈ യാത്രയാണ് ഗാന്ധിജി ഒരു തീർത്ഥയാത്ര എന്ന് വിശേഷിപ്പിച്ചത്. തിരുവിതാംകൂർ മാത്രമായിട്ടാണ് ഈ സന്ദർശനം. ദളിത് പ്രവേശനവും സാമൂഹ്യ സമത്വമൊക്കെ ലക്ഷ്യമിട്ടു. ഈ യാത്രയ്ക്കിടയിലാണ് അദ്ദേഹം മഹാത്മാ അയ്യങ്കാളിയെ വെച്ച് കണ്ടത്. 1937-ലാണ്. 1925-ലാണ് ശ്രീനാരായണ ഗുരുവായിട്ട് കണ്ടുമുട്ടിയെന്ന് നമ്മൾ പറഞ്ഞു. രണ്ടാമത്തെ കേരള സന്ദർശനത്തിൽ. അഞ്ചാമത്തെ കേരള സന്ദർശനത്തിലാണ് അയ്യങ്കാളിയെ കണ്ടുമുട്ടിയത്. അതായത് 1937 വന്നപ്പോൾ. ഓക്കെ, കൊട്ടാരക്കരയിൽ വെച്ച ഒരു ക്ഷേത്രം എല്ലാ വിഭാഗം ഹിന്ദുക്കൾക്കുമായിട്ട് തുറന്നു കൊടുത്തതൊക്കെ ഈ സമയത്താണ്. ഓക്കെ, ഈ സമയത്താണ്. ഇനി അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞത്, 1920 ആഗസ്റ്റ് 18-ന് ആദ്യം വന്നു ഖിലാഫത്തൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്. അതിനുശേഷം 1925 മാർച്ച് 8-ന് വന്നു അല്ലേ, വൈക്കം സത്യാഗ്രഹത്തെ സപ്പോർട്ട് ചെയ്യാൻ. അതിനുശേഷം 1927 ഒക്ടോബർ 9-ന് വന്നു അല്ലേ, മലബാർ ഏരിയയിൽ ഖാദീനെയൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി. അതിനുശേഷം 1934 ജനുവരി 10-ന് വന്നു. ജനുവരി 10-ന് വന്നു എന്താ, ഹരിജന ഫണ്ട് ശേഖരണത്തിന് വേണ്ടി. അതിനുശേഷം 1937 ജനുവരി 12-ന് വന്നു. ഇത് നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കി, ഈ ബോക്സിൽ ഞാൻ എഴുതിയിരിക്കുന്ന കാര്യം ജസ്റ്റ് ഒന്ന് നോക്കി. 1920 ആഗസ്റ്റ് 18, 1920 ആഗസ്റ്റ് 18, 1925 മാർച്ച് 8, 8, 9, 10, 12 ഡേറ്റ് ആ ഒരു ഫോർമാറ്റിലല്ലേ പോകണം. അപ്പോൾ പഠിക്കാൻ എളുപ്പമല്ലേ. ആഗസ്റ്റ് 18 ഓർത്തിരിക്കുക. 1920 ആഗസ്റ്റ് 18, പിന്നെ 1925 മാർച്ച് 8, 1927 ഒക്ടോബർ 9, 1934 ജനുവരി 10, 1937 ജനുവരി 12. അപ്പോൾ അത്തരം കാര്യം ഒന്ന് അറിഞ്ഞിരിക്കുക. ഇനി അടിമത്തം നിർത്തലാക്കിയ ഭരണാധികാരി ആരാണെന്ന് ചോദിച്ചാൽ അത് റാണി ഗൗരി ലക്ഷ്മിബായി ആണ്. ഏറ്റവും കുറച്ച് കാലം സെർവ് ചെയ്ത ആളല്ലേ റാണി ഗൗരി ലക്ഷ്മിബായി അല്ലേ. 1800 കാലഘട്ടങ്ങളിൽ അല്ലേ, 1910 ടു 1915 കാലഘട്ടത്തിൽ അല്ലേ. ഇനി ആധുനിക തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻ നോക്കി. ശ്രീ ചിത്തിരുനാൾ ബാലരാമവർമ്മയുണ്ട്, ജി പരമേശ്വരൻ പിള്ളയുണ്ട്, ഡോക്ടർ പൽപ്പുണ്ട്, കേണൽ മൺറോ ഉണ്ട്. ഇതിലാരാ? ജി പി പിള്ള എന്നാണ് ഓപ്ഷൻ എങ്കിൽ നിങ്ങൾക്ക് ചിലർക്കെങ്കിലും അത് കിട്ടേണ്ടതാണ് അല്ലെ. ജി പി പിള്ള, ഈ ജി പി പിള്ളേനെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, ജി പരമേശ്വരൻ പിള്ള. ഓക്കെ, അപ്പോൾ ആധുനിക തിരുവിതാംകൂറിന്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പിതാവ് ശരിക്കും ജി പി പിള്ളയാണ്. ജി പി പിള്ളയുടെ ഫുൾ ഫോമാണ് ഇവിടെ കൊടുത്തത്, ജി പരമേശ്വരൻ പിള്ള. ഓക്കെ, അപ്പോൾ തെറ്റിപ്പോകരുത്. ആധുനിക തിരുവിതാംകൂറിന്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ജി പി പിള്ള അഥവാ ജി പരമേശ്വരൻ പിള്ളയാണ്. ഇനി തെക്കൻ കേരളത്തിൽ ദേവദാസി സമ്പ്രദായം നിർത്തലാക്കിയത് ആരാണ്? ദേവദാസി സമ്പ്രദായം നിർത്തലാക്കിയത് റാണി സേതു ലക്ഷ്മിബായി ആണ്. റാണി സേതു ലക്ഷ്മിബായി അല്ലേ, റാണി സേതു ലക്ഷ്മിബായി ആണ് ദേവദാസി സമ്പ്രദായം നിർത്തലാക്കിയത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 1904 അഞ്ചുതെങ്ങിൽ പ്രസ് തുടങ്ങുകയും തുടർന്ന് സ്വദേശാഭിമാനി എന്ന പത്രം ആരംഭിക്കുകയും ചെയ്ത വ്യക്തി ആര്? നമുക്കറിയാം സ്വദേശാഭിമാനിയുടെ കൂടെ എപ്പോഴും കൂട്ടിച്ചേർന്ന് പറയുന്ന ഒരു പേരുണ്ട്, സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള അല്ലെ. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. ഇവിടെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് രാമകൃഷ്ണപിള്ള തന്നെയാണ്. അത് നമ്മൾ തെറ്റിക്കാൻ വേണ്ടി കൊടുത്തിട്ടുള്ള ഒരു ഓപ്ഷൻ, ഒരു ടെക്നിക്കാണ്. അപ്പോൾ ഇത് വൃത്തിയായിട്ട് പഠിച്ചിരിക്കുക. 1904 അഞ്ചുതെങ്ങിൽ പ്രസ് ആരംഭിക്കുകയും സ്വദേശാഭിമാനി എന്ന പത്രം സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. ഓക്കെ, അതിന്റെ പത്രാധിപരായിട്ട് വന്നതാണ് നാമകൃഷ്ണപിള്ള. ഓക്കെ, അപ്പോൾ അതിന്റെ സ്ഥാപകൻ ചോദിച്ചാൽ വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. വക്കം അബ്ദുൽ ഖാദർ മൗലവി. 1975 1904 പ്രസ് തുടങ്ങിയിട്ട് സ്വദേശാഭിമാനി പത്രം തുടങ്ങിയത് 1905 1905.
1975 ദേശീയ വനിതാ വർഷത്തിന്റെ, അപ്പോൾ വനിതാ വർഷം എന്ന് 1975 ആചരിച്ചത്. ആ വർഷത്തിൽ ഉദ്ഘാടനത്തിൽ മദർ ഓഫ് ദി ഇയർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരായിരുന്നു? അമ്മു സ്വാമിനാഥനാണ്. ഓക്കെ, ആരാണ്? അമ്മു സ്വാമിനാഥൻ. ആരാണ്? അമ്മു സ്വാമിനാഥൻ. മദർ ഓഫ് ദി ഇയർ ഏത് വർഷം? 1975. പ്രത്യേകത എന്താ? ദേശീയ വനിതാ വർഷത്തിന്റെ ഉദ്ഘാടനമായിരുന്നു. വനിതാ വർഷത്തിന്റെ ഉദ്ഘാടനം. ഇനി പാലിയൻ സത്യാഗ്രഹത്തിലെ രക്തസാക്ഷിയായ സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? AG വേലായുധനാണ്. ഓപ്ഷൻ എ AG വേലായുധനാണ് പാലിയൻ സത്യാഗ്രഹത്തിൽ രക്തസാക്ഷിയായ സ്വാതന്ത്ര്യ സമര സേനാനി എന്ന് പറയപ്പെടുന്നത് AG വേലായുധൻ. ഗുരുവായൂർ ക്ഷേത്രം എല്ലാ ഹിന്ദുക്കൾക്കും തുറന്നു കൊടുക്കുന്നതിന് വേണ്ടി 1932 സെപ്റ്റംബർ 21 തൊട്ട് 1932 ഒക്ടോബർ 2 വരെ മരണം വരെ നിരാഹാരം അനുഷ്ഠിച്ച നേതാവാരാണ്? ഇത് കേളപ്പനാണ്, K കേളപ്പൻ. ഗാന്ധിജി ആ സമയത്ത് ഇവിടെ ഇടപെട്ടാണ്, ഗാന്ധിജി വന്നില്ല, ഗാന്ധിജി ഇടപെട്ടാണ് ഈ ഒരു നിരാഹാര സത്യാഗ്രഹത്തിൽ നിന്ന് അദ്ദേഹം പിന്മാറിയത് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ആത്മവിദ്യാ സംഘത്തിന്റെ വനിതാ വിഭാഗത്തിന് ആലപ്പുഴയിൽ നേതൃത്വം നൽകിയത് ആരാണ്? അത് K ദേവയാനിയാണ്. K ദേവയാനി. ആത്മവിദ്യാ സംഘം എന്ന 1917 ആരാണ് സ്ഥാപിച്ചത്? വാഗ്ഭടാനന്ദനാണ് അല്ലെ? വാഗ്ഭടാനന്ദനാണ് സ്ഥാപിച്ചത്. 1917 ആത്മവിദ്യാ സംഘം. ക്വസ്റ്റ്യൻ എന്താ? വനിതാ വിഭാഗത്തിന് ആലപ്പുഴയിൽ നേതൃത്വം നൽകിയത് ആരാണ്? അത് K ദേവയാനിയാണ്. K ദേവയാനി. 1938 രൂപീകൃതമായ ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു? അത് പട്ടംതാണ് പുള്ളിയാണ്. അപ്പോൾ ഇവിടെ പഠിക്കേണ്ട കാര്യം 1938 ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് സ്ഥാപിതമായത്. ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസ്, തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് 1938. ആരാ ആദ്യത്തെ പ്രസിഡന്റ്? പട്ടംതാണ് പുള്ള. അൽ അമീൻ പത്രത്തിന്റെ സ്ഥാപകൻ ആരാ? മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബാണ്. അദ്ദേഹത്തിന് ഒരു വിശേഷം ഉണ്ടല്ലോ, എന്താ? കേരളത്തിന്റെ സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ അല്ലെങ്കിൽ സാമൂഹിക പരിഷ്കർത്താവ് എന്ന് ചോദിച്ചാൽ മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബാണ്. അദ്ദേഹമാണ് അൽ അമീൻ എന്നുള്ള പത്രത്തിന്റെ സ്ഥാപകൻ. അൽ അമീൻ എന്നുള്ള പത്രത്തിന്റെ സ്ഥാപകൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, 1921 എന്താ പ്രത്യേകത? മലബാർ കലാപം നടന്ന വർഷമാണല്ലേ. ആ സമയത്ത് ഏറനാട് താലൂക്കിലെ പൂക്കോട്ടൂർ പ്രദേശത്തെ കൃഷിഭൂമിയുടെ 60%-ലേറെയും അതിന്റെ ഉടമ ആരായിരുന്നു? 60%-ന്റെയും ഉടമ, മൊത്തമുള്ള 100%-ൽ 60%-ന്റെ ഉടമ ആരായിരുന്നു? അത് നിലമ്പൂർ രാജയായിരുന്നു കേട്ടോ. 1921 ഏറനാട് താലൂക്കിലെ പൂക്കോട്ടൂർ പ്രദേശത്തിന്റെ കൃഷിഭൂമിയിലെ 60%-ഓളം കൈവശം വെച്ചിരുന്നത് ആരായിരുന്നു? നിലമ്പൂർ രാജയായിരുന്നു. സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് സ്ത്രീ വിദ്യാപോഷണി എന്ന കവിത എഴുതിയത് ആര്? സ്ത്രീ വിദ്യാപോഷണി എന്നുള്ള കവിത എഴുതിയത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. ആരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് സ്ത്രീ വിദ്യാപോഷണി എന്നുള്ള കവിത എഴുതിയത്. ക്ലിയർ അല്ലേ? അടുത്തത്, ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ പഴശ്ശിരാജയെ സഹായിച്ചത് ആരാണ്? തലക്കൽ ചന്തുവാണ്. തലക്കൽ ചന്തു. 1793 തൊട്ട് 97 വരെ ഒന്നാം പഴശ്ശി വിപ്ലവം. രണ്ടാം പഴശ്ശി വിപ്ലവം 1800 തൊട്ട് 1805. 1805 നവംബർ 30 പഴശ്ശിരാജ മരണപ്പെട്ടത്. ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കണം കേട്ടോ. ഒന്നാം പഴശ്ശി വിപ്ലവം, രണ്ടാം പഴശ്ശി വിപ്ലവം. കുറിച്ച നേതാവ് തലക്കൽ ചന്തു. മലബാർ ബ്രിട്ടീഷ് ആധിപത്യത്തിന് കീഴിലായത് 1792 എന്താ? ശ്രീരംഗപട്ടണം ഉടമ്പടി അല്ലേ? ശ്രീരംഗപട്ടണം അല്ലേ? ശ്രീരംഗപട്ടണം ഉടമ്പടി. ക്ലിയർ അല്ലേ? ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരം 1792 മലബാർ ബ്രിട്ടീഷ് ആധിപത്യത്തിന് കീഴിലായത്. കേരളത്തിലെ ഏക മുസ്ലിം രാജവംശമായിരുന്ന അറക്കൽ രാജവംശം. അപ്പൊ കേരളത്തിലെ ഏക മുസ്ലിം രാജവംശം ഏതെന്ന് പറഞ്ഞാൽ എഴുതല്ലേ? അറക്കൽ രാജവംശമായിരുന്നു. അതിന്റെ ആരംഭം AD 7 to 8 കാലഘട്ടത്തിലായിരുന്നു. AD 7-8 കാലഘട്ടത്തിലായിരുന്നു അറക്കൽ രാജവംശത്തിന്റെ ആരംഭം. പ്രച്ഛന്നബുദ്ധൻ ആരാ? പ്രച്ഛന്നബുദ്ധൻ ശ്രീ ശങ്കരാചാര്യരാണ്. ഓക്കെ, പ്രച്ഛന്നബുദ്ധൻ എന്നറിയപ്പെടുന്നത് ശ്രീ ശങ്കരാചാര്യരാണ്. ശങ്കരാചാര്യർ. ഓക്കെ, ഏത് യൂറോപ്യന്മാരുടെ സംഭാവനയാണ് ഹോർത്തൂസ് മലബാർക്കസ്? ഇതിന്റെ ഭാഷ ഏതാ? ഭാഷ ഓക്കെ, ലാറ്റിൻ ഭാഷയാണ് അല്ലേ? ലാറ്റിൻ ഭാഷയിലാണ് ഹോർത്തൂസ് മലബാർക്കസ് എഴുതിയിരിക്കുന്നത്. അത് ഡച്ചുകാരുടെ സംഭാവനയാണ് അല്ലേ? ഡച്ചുകാരുടെ സംഭാവനയാണ് ഹോർത്തൂസ് മലബാർക്കസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, താഴെ പറയുന്നതിൽ ആരാണ് കുഞ്ഞാലി മരയ്ക്കാർ? കുഞ്ഞാലി മരയ്ക്കാർ സാമൂതിരിയുടെ കപ്പിത്താനാണോ? സാമൂതിരിയുടെ നാവിക തലവനാണോ? സാമൂതിരിയുടെ കാര്യസ്ഥനാണോ? സാമൂതിരിയുടെ കരസേനാ തലവനാണോ? ആരാ? അത് സാമൂതിരിയുടെ നാവിക തലവനാണ് അല്ലെ? സാമൂതിരിയുടെ നാവിക തലവനാണ് ആര്? കുഞ്ഞാലി മരയ്ക്കാർ. ഇനി നമുക്ക് നോക്കാം, സംഘകാലത്തിൻ്റെയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. തമിഴകത്തിലെ ഐന്തിണകളിൽ കൃഷി ചെയ്യുന്ന പ്രദേശത്തെ പറഞ്ഞിരുന്നതാണ് മരുതം. ഓക്കെ, മരുതം എന്നുള്ളത് എന്താണ്? ഐന്തിണകളിൽ കൃഷി ചെയ്യുന്ന പ്രദേശത്തെ അറിയപ്പെടുന്നതാണ്. അപ്പൊ ഈ ഓരോ 5 ഐന്തിണകൾ എന്ന് പറഞ്ഞാൽ 5 തിണകളാണ്, 5 ഭൂപ്രദേശങ്ങളാണ്. അത് നമുക്ക് അടുത്ത സ്ലൈഡിൽ കാണാട്ടോ. കേരളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആരാണ്? അഞ്ചലോസ് ഫ്രാൻസിസ് ആണ്. ഓക്കെ, ഡോക്ടർ അഞ്ചലോസ് ഫ്രാൻസിസ് ആണ് കേരളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത്. അതായത് മലയാളത്തിലുള്ള വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് അഞ്ചലോസ് ഫ്രാൻസിസ് ആണ്. ഓക്കെ, നമ്മൾ ഐന്തിണകൾ എന്ന് പറഞ്ഞ 5 തിണകൾ ഇതാണ്. ഫസ്റ്റ് വൺ കുറിഞ്ഞി എന്താ? മലയുള്ള മലയോര പ്രദേശമാണ്, മൗണ്ടൻസ് ആണ്. അപ്പൊ അവിടെ നായാട്ട് തേൻ ശേഖരണമൊക്കെ ആയിരുന്നു മെയിൻ തൊഴിൽ എന്ന് പറയുന്നത്. മുല്ലൈ എന്ന് പറഞ്ഞാൽ കാട്, കുറ്റിക്കാട് പ്രദേശമൊക്കെയാണ്. മുല്ലച്ചെടി എന്ന് ആലോചിച്ചാൽ മതി. കാട്ടുപ്രദേശം
കുറ്റിച്ചെടി പ്രദേശമൊക്കെയാണ്. അവിടെ കന്നുകാലി വളർത്തൽ അങ്ങനെയൊക്കെയായിരുന്നു. ഓക്കെ. മരുതാണ് വയലും സമതലങ്ങളൊക്കെ, അവിടെ കൃഷിയായിരുന്നു. മരുതാണ് നമ്മുടെ ഇവിടെ ക്വസ്റ്റ്യന് ചോദിച്ചത്. നെയ്തലാണ് എന്ത്, കടലും കടലോരങ്ങളും ആയിരുന്നു. അപ്പോൾ അവിടെ എന്താ, മീൻപിടുത്തവും ഉപ്പുണ്ടാക്കലുമായിരുന്നു. ഓക്കെ, മീൻപിടുത്തവും ഉപ്പുണ്ടാക്കലുമായിരുന്നു. കടലുമായി ബന്ധപ്പെട്ട തൊഴിൽ അതല്ലേ. പാലൈ എന്ന് പറഞ്ഞാൽ എന്താ, പാഴ്പ്രദേശമാണ്. പാഴ്പ്രദേശം, പാലൈ പാഴ്പ്രദേശം അഥവാ വരണ്ട പ്രദേശമാണ്, മണൽക്കാടാണ്. പാഴ്പ്രദേശം എന്ന് ഞാൻ പറയാൻ കാരണം പാപ്പ, ആ ഒരു രീതിയിൽ നമുക്ക് ഓർത്തിരിക്കാമല്ലോ. അപ്പൊ അവിടെയുള്ള ആൾക്കാർക്ക് എന്താ, വരണ്ട പ്രദേശത്തുള്ളവർക്ക് പ്രത്യേകിച്ച് തൊഴിലൊന്നും ചെയ്യാൻ പറ്റില്ല. കൃഷി ചെയ്യാൻ പറ്റുമോ ഇല്ല, മീൻ പിടിക്കാൻ പറ്റുമോ ഇല്ല, കന്നുകാലി വളർത്താൻ പറ്റുമോ ഇല്ല, അവിടെ ഒന്നും ഇല്ലല്ലോ, വരണ്ട പ്രദേശമല്ലേ. അപ്പൊ അവിടെ എന്താ, കവർച്ചയായിരുന്നു. അവരുടെ തൊഴിൽ തന്നെ എന്തായിരുന്നു, കവർച്ചയായിരുന്നു, കവർച്ച. ഓക്കെ. അപ്പൊ ഇത് ആദ്യമായിട്ട് കേൾക്കുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് അത് ഫുള്ളായിട്ടൊന്ന് പഠിക്കാൻ വേണ്ടി ശ്രമിക്കണേ. ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ അഥവാ BEM അല്ലെ, ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ അഥവാ BEM, അതിന്റെ പ്രവർത്തന മേഖല എവിടെയായിരുന്നു, മലബാർ ആയിരുന്നു അല്ലെ. LMS ഉണ്ട്, LMS എവിടെയാണ്, തിരുവിതാംകൂറും കൊച്ചി അല്ലെ. CMS ആണെങ്കിൽ കൊച്ചി അല്ലെ. കൊച്ചി രാജവംശം അറിയപ്പെടുന്നത് ഏതാ, പെരുമ്പടപ്പ് സ്വരൂപം എന്നാണ് അല്ലെ. കൊച്ചി രാജവംശം അറിയപ്പെടുന്നതാണ് പെരുമ്പടപ്പ് സ്വരൂപം. കൊച്ചി രാജവംശം അറിയപ്പെടുന്നത് പെരുമ്പടപ്പ് സ്വരൂപം. കേരളത്തിലെ ആദ്യത്തെ അച്ചടിശാല സ്ഥാപിച്ചത് എവിടെയാ, കൊച്ചിയിലാണ്. കേരളത്തിലെ ആദ്യത്തെ അച്ചടിശാല സ്ഥാപിച്ചത് കൊച്ചിയിലാണ്. മുസിരിസ് എന്ന പേരിൽ പ്രസിദ്ധമായ തുറമുഖം ഇത്, അതെല്ലാവർക്കും അറിയാം അല്ലെ. കൊടുങ്ങല്ലൂരാണ് അല്ലെ. കൊടുങ്ങല്ലൂരാണ് മുസിരിസ് എന്ന പേരിൽ. കൊടുങ്ങല്ലൂരിന്റെ പ്രാചീന നാമം, പുരാതന നാമം എന്നൊക്കെ പറഞ്ഞാൽ ഇതായിരുന്നു, മുസിരിസ് ആയിരുന്നു അല്ലെ. ഇനി വൈക്കം സത്യാഗ്രഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് നാഗർകോവിലിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് സവർണജാഥ നയിച്ച വ്യക്തി ആരായിരുന്നു, ഡോക്ടർ ME നായിഡു. ഓപ്ഷൻ A കൊടുത്തേക്കാൻ വേണ്ടി, മന്നത്ത് പത്മനാഭൻ, നമ്മളെ തെറ്റിക്കാൻ വേണ്ടിയാ അല്ലെ. മന്നത്ത് പത്മനാഭൻ നമ്മുടെ ഇവിടെ സവർണജാഥ നടത്തിയ ആളല്ലേ, വൈക്കം ടു തിരുവനന്തപുരം നടത്തിയ ആളല്ലേ. ഇത് നാഗർകോവിലിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് സവർണജാഥ നയിച്ച ആളാണ് ആര്, ഡോക്ടർ ME നായിഡു. തെറ്റിപ്പോകരുത്. മലബാർ കുടിയായ്മ നിയമം നിലവിൽ വന്നത് 1929 ഏത് വർഷമാണ്, 1929 മലബാർ കുടിയായ്മ നിയമം നിലവിൽ വന്നത്. ഓക്കെ. അടുത്തത്, ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഭാഗമായി നടന്ന കീഴരിയൂർ ബോംബ് കേസ് അല്ലെ, ഡോക്ടർ മേനോൻ അല്ലെ. കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട ആളല്ലേ. അപ്പോൾ അത് ഏത് ജില്ലയിലാണെന്നാണ് ചോദിച്ചത്, അത് കോഴിക്കോട് ജില്ലയിലാണ്. ഇന്നത്തെ ഏത് ജില്ലയിലാണെന്നാണ് ക്വസ്റ്റ്യൻ, കോഴിക്കോട് ജില്ലയിലാണ്. കേരളത്തിലെ ഖിലാഫത്ത് കമ്മിറ്റി നമ്മൾ പറഞ്ഞു 1919-20 കാലഘട്ടത്തിൽ 20 നിസ്സഹകരണ പ്രസ്ഥാനം സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ആ സമയത്ത് കേരളത്തിൽ ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആരായിരുന്നു, അത് കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവി ആയിരുന്നു. കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവി. പണ്ടാരപ്പാട്ട വിളംബരം നടന്ന വർഷം 1964, 1965, 1755, 1765. ഓപ്ഷൻ B 1865 പണ്ടാരപ്പാട്ട വിളംബരം നടന്നത്. 1865. ഓക്കെ. ആ സമയത്തെ തിരുവിതാംകൂർ ഭരണാധികാരി ആരായിരുന്നു, ആയില്യം തിരുനാളായിരുന്നു അല്ലെ. ആയില്യം തിരുനാൾ ബാലരാമവർമ്മ. ഓക്കെ. ആയില്യം തിരുനാൾ ബാലരാമവർമ്മയായിരുന്നു ആ സമയത്തെ തിരുവിതാംകൂർ റൂളർ. നാസികളുടെ മർദ്ദനത്തെ തുടർന്ന് 1934 ജർമ്മനിയിൽ വെച്ച് മരണപ്പെട്ട കേരളീയൻ ആരായിരുന്നു, ഡോക്ടർ ചെമ്പകരാമൻ പിള്ള. ഓപ്ഷൻ C ഡോക്ടർ ചെമ്പകരാമൻ പിള്ളയാണ് 1934 നാസികളുടെ മർദ്ദനത്തിൽ അവിടെ വെച്ച് കൊല്ലപ്പെട്ട കേരളീയൻ. മലബാറിൽ ദേശീയ സമരത്തിന് നേതൃത്വം നൽകിയത് ആരാണ്, ഓപ്ഷൻ C AV കുട്ടിവാളു അമ്മ. ഓക്കെ, AV കുട്ടിവാളു അമ്മയാണ് മലബാറിലെ ദേശീയ സമരത്തിന് നേതൃത്വം നൽകിയ വനിത. തിരുവിതാംകൂർക്കാർക്ക് എന്നത് ഏത് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, മലയാളി മെമ്മോറിയലുമായിട്ടാണ് എന്ത് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, മലയാളി മെമ്മോറിയൽ 1891 അല്ലെ. 1891 മലയാളി മെമ്മോറിയൽ. ഈഴവ മെമ്മോറിയൽ ആണെങ്കിൽ ഈഴവർക്ക് സംവരണം വേണമെന്ന് പറഞ്ഞ് എന്താ ഡോക്ടർ പൽപ്പുവിന്റെ നേതൃത്വത്തിൽ തിരുവിതാംകൂർ രാജാവിന് കൊടുത്ത ഒരു പെറ്റീഷനാണ് 1896. കയ്യൂർ സമരമാണെങ്കിൽ ഏത് വർഷം, 1941. നിവർത്തന പ്രക്ഷോഭമാണെങ്കിൽ 1932. ഓക്കെ, ഇതൊക്കെ ജസ്റ്റ് ഒന്ന് പഠിച്ചോണേ. മലയാളി മെമ്മോറിയൽ 1891, ഈഴവ മെമ്മോറിയൽ 1996, കയ്യൂരാണെങ്കിൽ 1941, നിവർത്തനാണെങ്കിൽ 1932. ഉപ്പു സത്യാഗ്രഹം 30, ഗുരുവായൂർ സത്യാഗ്രഹം 31. ഓക്കെ. തിരുവിതാംകൂർ കർഷകരുടെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്ന പ്രഖ്യാപനം, തിരുവിതാംകൂർ കർഷകരുടെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്ന പ്രഖ്യാപനമാണ് പണ്ടാരപ്പാട്ട വിളംബരം. ഏത് വർഷം, 1865 അല്ലെ. ആയില്യം തിരുനാൾ ബാലരാമവർമ്മയുടെ കാലത്ത് എന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലേ പണ്ടാരപ്പാട്ട വിളംബരം. ഓർക്കണല്ലേ, കിട്ടില്ലേ. മലബാറിലെ മാപ്പിള കലാപങ്ങളെ കുറിച്ച് പഠിക്കാൻ വേണ്ടി നിയമിച്ച കമ്മീഷനാണ് വില്യം ലോഗൻ കമ്മീഷൻ. മലബാറിലെ മാപ്പിള കലാപങ്ങളെ കുറിച്ച് പഠിക്കാൻ വേണ്ടി നിയമിച്ച കമ്മീഷനാണ് വില്യം ലോഗൻ കമ്മീഷൻ. തിരുക്കൊച്ചി വന്നത് ഏത് വർഷം, തിരുക്കൊച്ചി സംസ്ഥാനം നിലവിൽ വന്നത് 1949. 1949 എന്ത് തിരുക്കൊച്ചി സംസ്ഥാനം നിലവിൽ വന്നത്. കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന്റെ പ്രവർത്തനങ്ങളുടെ നേതൃസ്ഥാനത്ത് പ്രവർത്തിക്കാത്ത വ്യക്തിയാണ്. കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന്റെ പ്രവർത്തനങ്ങളുടെ നേതൃസ്ഥാനത്ത് പ്രവർത്തിക്കാത്ത വ്യക്തിയാണ് ആര്, P കൃഷ്ണപിള്ള. ഇക്കണ്ടവാര്യര് K അയ്യപ്പൻ, പനമ്പള്ളി ഗോവിന്ദമേനോനൊക്കെ ഇതിന്റെ നേതൃസ്ഥാനത്ത് പ്രവർത്തിച്ച വ്യക്തിത്വമാണ് P കൃഷ്ണപിള്ള പ്രവർത്തിച്ചിട്ടുള്ള.
അപ്പോൾ ചിലവർക്ക് ഈ കെ അയ്യപ്പനായിട്ട് ചിലപ്പോൾ മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇക്കണ്ടവാരിയിൽ കെ അയ്യപ്പൻ, പനമ്പള്ളി ഗോവിന്ദമേനോൻ 3 പേരും കൊച്ചി രാജ്യപ്രജാമണ്ഡലമായിട്ട് കണക്റ്റഡ് ആണ്. ഓക്കെ. മലബാർ ജില്ലാ കോൺഗ്രസിലെ പാലക്കാട് സമ്മേളനത്തിന്റെ അധ്യക്ഷത വഹിച്ചതാണ് ആര്? ആനി ബസന്റ്. ഓക്കെ. മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പാലക്കാട് സമ്മേളനത്തിന്റെ അധ്യക്ഷത വഹിച്ചത് ആരാണ്? ആനി ബസന്റ് ആണ്. ഓക്കെ. ഈ മലബാർ ജില്ലാ കോൺഗ്രസിന്റെ സമ്മേളനങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് നോട്ട് ഡൗൺ ചെയ്ത് പഠിച്ചിട്ട് പോകണേ. കേരളത്തിലെ ഒന്നാം മന്ത്രിസഭയിലെ ധനകാര്യ വകുപ്പ് മന്ത്രി ആര്? ഒന്നാം മന്ത്രിസഭയിലെ ധനകാര്യ വകുപ്പ് മന്ത്രി ആരാണ്? അത് സി അച്യുതമേനോനാണ്. ഓക്കെ, സി അച്യുതമേനോൻ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇതിന് ഈ ഒന്നാം മന്ത്രിസഭ ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കിയിട്ട് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ. മൊത്തം 11 മന്ത്രിമാരാണ് ഉണ്ടായിരുന്നത്. 1957 സ്റ്റാർട്ട് ചെയ്തു. 1957 ഏപ്രിൽ 5-നാണ് മന്ത്രിസഭ ആദ്യമായിട്ട് ഫോം ചെയ്തത്. 1959 ജൂലൈ 31 വിമോചന സമരത്തിലൂടെ ആ മന്ത്രിസഭ പുറത്താവുകയാണ് ഉണ്ടായിരുന്നത്. അല്ലേ? ആദ്യമായിട്ട് വന്ന മന്ത്രിസഭ ആ രീതിയിൽ ഔട്ടായി പോയി. അല്ലേ? ഫസ്റ്റ് നമുക്ക് നോക്കാം 11 മന്ത്രിമാരിൽ ആരൊക്കെയാണ്. ഫസ്റ്റ് മുഖ്യമന്ത്രിയും പൊതുഭരണവും ആരാണ്? EMS നമ്പൂതിരിപ്പാടാണ് മുഖ്യമന്ത്രിയും പൊതുഭരണവും. രണ്ടാമത്തെ പൊസിഷനിൽ സി അച്യുതമേനോൻ വ്യവസായമാണ്. അല്ലെ, വ്യവസായമല്ല, ധനകാര്യം, ഇൻഷുറൻസ്, വാണിജ്യം. ഓക്കെ. ഇനി KR ഗൗരിയമ്മയുണ്ട്, റവന്യൂ, എക്സൈസ്, ഭൂമി പരിഷ്കരണമൊക്കെ KR ഗൗരിയമ്മയുടെ ആയിരുന്നു, റവന്യൂ മിനിസ്റ്റർ ആയിരുന്നു. ജോസഫ് മുണ്ടശ്ശേരി ഉണ്ട്, വിദ്യാഭ്യാസവും സഹകരണവും. ഓക്കെ. അപ്പോൾ ഈ നമ്മുടെ വിമോചന സമരത്തിന് പ്രധാനമായിട്ട് കാരണമായ 2 കാര്യങ്ങൾ, ഒന്ന് വിദ്യാഭ്യാസ ഒരു ബില്ലും പിന്നെ നമ്മുടെ ഈ ഭൂമി പരിഷ്കരണ ബില്ലൊക്കെ ആ സമയത്ത് കൊണ്ടുവരികയുണ്ടായി. അപ്പോൾ അത് സവർണറായ ജന്മിമാരെയൊക്കെ ബാധിക്കുന്ന ഒരു കാര്യമായിരുന്നു. അപ്പോൾ അതിനെ തുടർന്ന് അവരെല്ലാവരും ഐക്യകണ്ഠേന ഒത്തുകൂടി, പിന്നെ കോൺഗ്രസ് പ്രതിപക്ഷ പാർട്ടികളൊക്കെ ഒത്തുകൂടി. അങ്ങനെയാണ് ഒന്നാം കേരള മന്ത്രിസഭ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയെ താഴെ ഇറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ജോസഫ് മുണ്ടശ്ശേരി നമ്മൾ പറഞ്ഞു വിദ്യാഭ്യാസം സഹകരണമായിരുന്നു. പിന്നെ TV തോമസ് ഉണ്ട്, തൊഴിൽ ഗതാഗതം. KP ഗോപാലനുണ്ട്, വ്യവസായ മന്ത്രി KP ഗോപാലനാണ്. സി അച്യുതമേനോൻ ധനകാര്യമാണ്. TV തോമസ് തൊഴിൽ ഗതാഗതം, ജോസഫ് മുണ്ടശ്ശേരി വിദ്യാഭ്യാസ സഹകരണം, KR ഗൗരിയമ്മ റവന്യൂ, എക്സൈസ്, ഭൂമി പരിഷ്കരണം, EMS മുഖ്യമന്ത്രിയാണ്, പിന്നെ പൊതുഭരണമുണ്ട്. VR കൃഷ്ണയ്യര് ഇതൊക്കെ നേരത്തെ ചോദിച്ചിട്ടുണ്ട്. ഈ വൈദ്യുതി മന്ത്രി, ജയിൽ മന്ത്രിയൊക്കെ ആരായിരുന്നു ഒന്നാം മന്ത്രിസഭയിൽ? അപ്പൊ അത് നിയമം എല്ലാവർക്കും കിട്ടും, കാരണം ജസ്റ്റിസ് VR കൃഷ്ണയ്യര. അപ്പൊ നിയമമന്ത്രി, ജസ്റ്റിസ്, ആ ഒരു രീതിയിൽ എല്ലാവരും കണക്ട് ചെയ്ത് പഠിക്കും. ഈ വൈദ്യുതി ജയിലൊക്കെ ഒന്ന് സ്പെഷ്യലായിട്ട് ഒന്ന് എടുത്തു പഠിച്ചു പോവുക. ഡോക്ടർ AR മേനോനാണ്, ഡോക്ടറല്ലേ, അപ്പൊ ആരോഗ്യം, ഡോക്ടറാണ് ആരോഗ്യം. KC ജോർജാണ് ഭക്ഷ്യോമനം, KC ജോർജാണ് ഭക്ഷ്യോമനം. PK ചാത്തൻ മാസ്റ്ററാണ് തദ്ദേശ സ്വയംഭരണം, അതുകൂടാതെ ഹരിജനക്ഷേമമൊക്കെ. TM അജീതാണ് പൊതുമരാമത്ത് വാർത്താവിനിമയം. ഒന്നുകൂടി നോക്കിയിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. EMS നമ്പൂതിരിപ്പാട് മുഖ്യമന്ത്രി പൊതുഭരണം, സി അച്യുതമേനോൻ ധനകാര്യം, KR ഗൗരിയമ്മ റവന്യൂ, എക്സൈസ്, ഭൂമി പരിഷ്കരണമൊക്കെ. ജോസഫ് മുണ്ടശ്ശേരിയാണ് വിദ്യാഭ്യാസം സഹകരണം. TV തോമസ് ആണ് തൊഴിൽ ഗതാഗതം. KP ഗോപാലനാണ് വ്യവസായം. വ്യവസായം. VR കൃഷ്ണയ്യർ നിയമം, വൈദ്യുതി, ജയിൽ. ഡോക്ടർ AR മേനോൻ ആരോഗ്യം. KC ജോർജ് ഭക്ഷ്യവനം. പിന്നെ PK ചാത്തൻ മാസ്റ്ററാണ് തദ്ദേശ സ്വയംഭരണവും ഹരിജനക്ഷേമവും. TM അജീതാണ് പൊതുമരാമത്ത് വാർത്താവിനിമയം. ഓക്കെ. അപ്പൊ നമ്മുടെ ഈ 22-ാം തീയതി നടക്കാൻ പോകുന്ന എക്സാമിനേഷന് നിങ്ങൾക്ക് ഇതിൽ നിന്ന് മാക്സിമം മാർക്ക് കിട്ടട്ടെ, അല്ലെങ്കിൽ ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. നല്ല രീതിയിൽ എല്ലാവരും വരാൻ പോകുന്ന എക്സാമിനേഷനൊക്കെ നല്ല രീതിയിൽ പഠിച്ച് എഴുതുക. അടുത്തൊരു ക്ലാസ്സിൽ കാണാം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. താങ്ക് യു.